ആത്മാർത്ഥമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കുന്ന ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് നറൂട്ടോ സീരീസിലുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു ക്യാരക്ടറാണ് ടോഡ് സേജ് എന്നും പെർവി സേജ് എന്നും ഒക്കെ അറിയപ്പെട്ട വൺ ഓഫ് ദ ലെജൻഡറി സാനൻ ജിറായ സെൻസൈ. ആ കഥാപാത്രത്തിന്റെ ധർമ്മങ്ങൾക്കും ബാരാസായിട്ടുള്ള സേജ് സ്കിൽസിനും അപ്പുറം ജിറായ സെൻസൈ പറഞ്ഞു വെക്കുന്ന ഒരു സന്ദേശമുണ്ട്: എ മെസ്സേജ് ഓഫ് ഫെയിലിയർ. ജീവിതത്തിൽ നമ്മളൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള പരാജയങ്ങളിൽ നമ്മുടെ കൊച്ചു നേട്ടങ്ങളെ നമ്മൾ മറന്നുപോകുന്നിടത്താണ് ടോഡ് സേജിന്റെ കഥ നമുക്കൊരു ഓർമ്മപ്പെടുത്തലായി മാറുന്നത്. ജിറായ സെൻസൈയുടെ ജീവിതത്തിൽ ആദ്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അടുക്കുന്നതുമൊക്കെ തൻ്റെ സ്ക്വാഡ്മേറ്റ്സ് ആയ സുനാരെയും ഒറോച്ചിമാറുവുമാണ്. ഒറോച്ചിമാറു ജിറായയുടെ നല്ലൊരു സുഹൃത്തായിരുന്നെങ്കിൽ സുനാരെ ജിറായെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്തിനുമപ്പുറം പലതുമായിരുന്നു. പലപ്പോഴായി തൻ്റെ പ്രണയം സുനാരെ നിരസിച്ചപ്പോഴും ഒറോച്ചിമാറുവിനെ തടയാനോ തിരികെ വില്ലേജിലേക്ക് കൊണ്ടുവരാനോ സാധിക്കാതിരുന്നപ്പോഴും സ്വയം ഒരു പരാജയമാണെന്ന് ജിറായ വിശ്വസിച്ചു. കോൺട്രാക്ട് ഇല്ലാതെ സമ്മണിംഗ് ടെക്നിക് ഉപയോഗിച്ചപ്പോഴാണ് അബദ്ധത്തിൽ ജിറായ മൗണ്ട് മിബോക്കുവിൽ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ടോഡ്സിലെത്തുന്നത്. അവിടെ വെച്ചാണ് എൽഡർ ടോഡായ ഫുക്കുസാക്കു ജിറായെ പരിശീലിപ്പിക്കുന്നതും സെൻജുട്സു പഠിപ്പിക്കുന്നതുമൊക്കെ. പിന്നീട് ജിറായയുടെ ഡെസ്റ്റിനിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും അവിടെ വെച്ചാണ് നടക്കുന്നത്. തൻ്റെ കീഴിൽ പഠിച്ചു വളരാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു നിഞ്ചയായി മാറുമെന്ന പ്രൊഫസി. അത് നാശത്തിനോ നല്ലതിനോ എന്നത് തൻ്റെ പ്രവൃത്തികളെ നിശ്ചയിച്ചിരിക്കും എന്ന ഭാരമുള്ള ചുമതല. അതും തോളിലേറിയാണ് ജിറായ സെൻസൈ ലോകം ചുറ്റി നടന്നത്. ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന ജിറായ വിശ്വസിച്ച ആദ്യത്തെ വിദ്യാർത്ഥി മിനാറ്റോ ഉസുമാക്കിയായിരുന്നു. ഈ പ്രൊഫസിയുടെ രണ്ടാമത്തെ കാൻഡിഡേറ്റ് ആയിട്ടാണ് നഗാറ്റോ വരുന്നത്. സെക്കൻഡ് ഷിനോബി വാറിനിടയിൽ 3 ലെജൻഡറി സാനൻസ് 3 അനാഥരെ കണ്ടുമുട്ടുന്നു. അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നിടത്താണ് താൻ അവരെ ഏറ്റെടുത്തുകൊള്ളാമെന്നും ട്രെയിൻ ചെയ്യാമെന്നും ജിറായ സെൻസൈ പറയുന്നത്. പിന്നീടാണ് താൻ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളിൽ ഒരാൾക്ക് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഐസ് ആയ റെനഗൻ ഉണ്ടെന്ന് ജിറായ സെൻസൈ തിരിച്ചറിയുന്നത്. ആ കുട്ടിയുടെ പേരായിരുന്നു നഗാറ്റോ. അങ്ങനെയാണ് തൻ്റെ പ്രൊഫസിയിലെ ആ വിദ്യാർത്ഥിയുടെ പേര് ചിലപ്പോൾ നഗാറ്റോ എന്നായിരിക്കുമെന്ന് ജിറായ സെൻസൈക്ക് തോന്നിയത്. മിനാറ്റോയ്ക്കും നഗാറ്റോയ്ക്കും അപ്പുറം ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന് ജിറായെ വിശ്വസിച്ച മൂന്നാമത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു നറൂട്ടോ ഉസുമാക്കി. ജിറായ സെൻസൈ പഠിപ്പിച്ചതും ജീവിച്ച് കാണിച്ചു തന്നതുമൊക്കെ കണ്ടാണ് ഒബീറ്റോയിൽ നിന്നും ഹിഡൻ ലീഫ് വില്ലേജിനെ സംരക്ഷിക്കുന്നതിനായിട്ട് മിനാറ്റോ സ്വയം ബലിയർപ്പിച്ചതും മരിച്ചു വീണതും. നഗാത്തോയെക്കുറിച്ച് ഒരറിവുമില്ലാതിരുന്നൊരു സമയത്ത് അവനും അവൻ്റെ സുഹൃത്തുക്കളും മരിച്ചുവെന്ന് കരുതി ജിറായ സെൻസൈ ഇനി ആരാണ് യഥാർത്ഥ ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന ചോദ്യത്തിന് മുൻപിൽ ഉത്തരമില്ലാതെ കുറെ കാലം നിന്നു. ജിറായ സെൻസൈ കരുതിയിരുന്നത് പോലെ നഗാറ്റോ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും താനാണ് യഥാർത്ഥ ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന് അവസാന നാളുകൾ വരെ നഗാറ്റോ വിശ്വസിച്ചിരുന്നു. ലോകത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ വേണ്ടി അക്കാത്സുക്കി തുടങ്ങിവെച്ച നഗാത്തോയുടെ കാലുകളും തത്വങ്ങളും ഇടറിയത് യാഹിക്കോ മരിച്ചു വീണപ്പോഴാണ്. കാലങ്ങൾക്കപ്പുറം നറൂട്ടോയെ കണ്ടുമുട്ടിയപ്പോഴും കൂടെ നടന്ന് പരിശീലിച്ചപ്പോഴും ചൈൽഡ് ഓഫ് പ്രൊഫസി നറൂട്ടോ ആണെന്ന് പരിപൂർണമായി വിശ്വസിക്കാൻ ജിറായ സെൻസൈ തയ്യാറായില്ല. പെയിനുമായിട്ടുള്ള അവസാന ഫൈറ്റിൽ മരണത്തിന് തൊട്ടു മുൻപാണ് നറൂട്ടോയാണ് താൻ ഇത്രയും കാലം കാത്തിരുന്ന ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന് ജിറായ സെൻസൈ തിരിച്ചറിയുന്നത്. തന്റെ വിദ്യാർത്ഥികളെ ആരെയും സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധത്തിലും വേദനയിലുമാണ് ജിറായ സെൻസൈ മരിക്കുന്നതെങ്കിലും ജിറായ സെൻസൈ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളും ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന് വിശ്വസിച്ച് അദ്ദേഹം ട്രെയിൻ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ രീതിയിൽ ജിറായ സെൻസൈയുടെ ആദർശങ്ങളും സ്വപ്നങ്ങളിലുമേറി ജീവിത ലക്ഷ്യം നേടിയെടുത്തവരാണ്. തേർഡ് ഷിനോബി വാർ അവസാനിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയും 9 ടെയിൽസിൽ നിന്നും ഹിഡൻ ലീഫ് വില്ലേജിനെ സംരക്ഷിക്കുകയും പിന്നീട് തന്നിൽ അർപ്പിച്ച വിശ്വാസവും പ്രൊഫസിയുമൊക്കെ തന്റെ മകനിലൂടെ പൂർത്തിയാകും എന്ന് വിശ്വസിച്ച് മരിച്ചു വീണ മിനാറ്റോയും ജീവിച്ചിരുന്ന കാലം അത്രയും ലോക സമാധാനത്തിനായി പ്രയത്നിച്ച് അവസാനം തനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നറൂട്ടോയ്ക്ക് സാധിക്കുമെന്നും വിശ്വസിച്ച നഗാറ്റോയും തന്റെ അച്ഛന്റെയും നഗാറ്റോയുടെയും ലെഗസി പിന്തുടർന്ന് ജിറായ സെൻസൈയുടെ ചൈൽഡ് ഓഫ് പ്രൊഫസിയായി മാറിയ നറൂട്ടോ ഉസുമാക്കി ലോകത്തെ തന്നെ സംരക്ഷിച്ചപ്പോഴും യു വർ നെവർ എ ഫെയിലിയർ എന്ന് ജിറായ സെൻസൈയോട് കാലം വിളിച്ചോതുന്നുണ്ടായിരുന്നു. ജിറായ സെൻസൈ പഠിപ്പിച്ച ശരികളും നിഞ്ച വേസുമൊക്കെ ഈ 3 ക്യാരക്ടേഴ്സിലും വളരെ വലുതായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കണ്ണുകളിൽ ജിറായ സെൻസൈ ഒരു നല്ല മെൻറ്ററായിട്ട് എന്നും നിലനിന്നത്. പക്ഷേ ജിറായ സെൻസൈ സംബന്ധിച്ചിടത്തോളം ഹി ഫെൽ ലൈക്ക് ഹി വാസ് എ ഫെയിലിയർ. തൻ്റെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ, സ്നേഹിച്ചവരെ ചേർത്ത് നിർത്താൻ സാധിക്കാതെ പോയ ഒരു ഫെയിലിയർ. പെയിനുമായിട്ടുള്ള 1 സൈഡ് സൂയിസൈഡ് ബാരലിന് ജിറായ സെൻസൈ ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ആ ക്യാരക്ടറിനുണ്ടായിരുന്നത്. തനിക്കിതുവരെ നേടാൻ കഴിയാതെ പോയ ഒരു ശാശ്വതമായ വിജയം നേടി കൊനോഹ വില്ലേജിനെ സംരക്ഷിക്കണം എന്ന ഒരേയൊരു ലക്ഷ്യം. അക്കാത്സുക്കിയെ നേരിട്ട് അവരെ ഇല്ലാതാക്കിയാൽ ഇനിയൊരു യുദ്ധമുണ്ടാകില്ല എന്ന് ജിറായ വിശ്വസിച്ചു. തന്റെ വില്ലേജിന് വേണ്ടിയിട്ട് മരണമേറെക്കുറെ ഉറപ്പായ ആ അവസാന ഫൈറ്റിനിടയിൽ ഹൃദയഭേദകമായ മറ്റൊരു സത്യം ജിറായ തിരിച്ചറിയുന്നുണ്ട്.
ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന് താൻ ഒരു കാലത്ത് കരുതിയ താൻ ഒത്തിരിയധികം സ്നേഹിച്ച നഗാറ്റോ തന്നെയാണ് പെയിൻ എന്ന പേരിൽ അക്കാത്സുകിയുടെ പിന്നിൽ എന്ന യാഥാർത്ഥ്യം. ജീവിതം പോലെ തന്നെ മരണവും ഒരു ഷിനോബിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതായതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ അഭിമാനത്തോടെ മരിക്കണമെന്ന് ജിറായ സെൻസൈക്കുണ്ടായിരുന്നു. പെയിനുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പലപ്പോഴായി പിന്തിരിഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിലും അക്കാത്സുക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാനും നഗാത്തോയെ എങ്ങനെയെങ്കിലും തിരികെ മനുഷ്യത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും അവസാന നിമിഷം വരെ ജിറായ സെൻസൈ ശ്രമിക്കുന്നുണ്ട്. തന്റെ അവസാന ശ്വാസം വരെ കൊനോഹ വില്ലേജിന് വേണ്ടിയിട്ട് പോരാടി അവസാനം സ്വന്തം വിദ്യാർത്ഥിയുടെ കൈകൾ കൊണ്ട് തന്നെ മരിച്ച് കടലിന്റെ ആഴങ്ങളിലേക്ക് പതിയെ മുങ്ങിത്താന്നപ്പോൾ ജിറായ സെൻസൈ തിരിച്ചറിയുന്നു യഥാർത്ഥ ചൈൽഡ് ഓഫ് പ്രൊഫസി നറൂട്ടോ ഉസുമാക്കിയാണ് എന്ന്. പെയിൻ എന്ന നഗാത്തോയെ തോൽപ്പിക്കാനുള്ള ഏക വഴി എന്താണ് എന്ന് ഫുക്കാസുഖയിലെ ഒരു ഫൈനൽ മെസ്സേജായി കൊനോഹ വില്ലേജിലേക്ക് അയക്കുന്ന ജിറായ സെൻസൈ അങ്ങനെ തന്റെ മരണത്തിലും ഒരു യഥാർത്ഥ ഷിനോബിയാണെന്ന് തെളിയിച്ച് കാണിച്ചു തന്നു. ജിറായ സെൻസൈ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ചെയ്യുന്ന പല കൊച്ചു നന്മകൾക്കും പ്രവൃത്തികൾക്കും കാലം എന്തെങ്കിലും നന്ദി പറയും എന്ന ഓർമ്മപ്പെടുത്തൽ. ജീവിതവും ചുറ്റിലുമുള്ള മനുഷ്യരും എത്ര ക്രൂരമാണെങ്കിലും എത്ര പരിശ്രമിച്ചിട്ടും പരാജയങ്ങളും വേദനകളും നിഴൽ പോലെ പിന്തുടരുന്നുണ്ടെങ്കിലും തോറ്റുകൊടുക്കരുതെന്നും ചിരിച്ചുകൊണ്ട് മുന്നേറണമെന്നുമുള്ള ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തൽ. ഇതുപോലെ നറൂട്ടോ സീരീസിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ലെറ്റ് മീ നോ ഇൻ കമൻസ്.